ജഗദീഷേട്ടൻ എന്ത് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് ഓർത്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനം ഇപ്പം ഇത് മഞ്ഞുരുകി തുടങ്ങി എന്ന കാര്യം എനിക്കും അറിവുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ തീരട്ടെ. പക്ഷെ രണ്ട് കാര്യം ചോദിച്ചാൽ ഈ നിർമ്മാതാക്കൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ, താരങ്ങൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ. നിർമ്മാതാക്കൾ പറയുന്ന താരങ്ങൾ സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ ഓടിക്കില്ല എന്ന് പറയും. ഒരു സിനിമ നിർമ്മിക്കുന്ന ആരാണെങ്കിലും പൈസ ഉള്ളവർക്ക് നിർമ്മിക്കാം. അതുകൊണ്ട് അമിത ശമ്പളം വാങ്ങുന്നു, അത് കുറയ്ക്കണം. ഒരു താരം ശമ്പളം വാങ്ങുന്നത് ആ താരത്തിൻ്റെ ഇഷ്ടത്തിനാണ്. ആ താരത്തിന് വേണ്ടെങ്കിൽ മറ്റു താരത്തിനടുത്ത് ആ റോൾ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടാം. അല്ല, ഇതിനകത്ത് മറുപടി പറയാൻ എനിക്കും ഇന്ദ്രൻസിനും കഴിയില്ല. കാരണം ഞങ്ങൾ എല്ലാ കാലത്തും പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഒരു ധാരണയിലെത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വേറൊരു രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഉത്തരം പറയാനുള്ള ധാർമ്മികമായ അവകാശം ഞങ്ങൾക്കില്ല. ശരിയല്ലേ? ഞങ്ങൾക്ക് പറ്റില്ല. നമ്മൾ അവർക്ക് വിധേയരാണ്. ഞങ്ങൾ അങ്ങനെ ഒരു വിധേയത്വം അതിനകത്ത് ഉണ്ടായിപ്പോയി. അപ്പോൾ ആ വിധേയത്വം ശരിയാണോ തെറ്റാണോ എന്ന് അവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന കാശിനാണ് ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇത്രയും തരവുള്ളൂ നമ്മളത് വാങ്ങിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഡിമാൻഡ് വച്ച് കഴിഞ്ഞിരുന്നാൽ അത് പ്രൊഡ്യൂസേഴ്സിനും വിഷമമാവും, അമ്മ സംഘടനയ്ക്ക് വിഷമമാവും. അപ്പം ഞങ്ങൾ ഇതിനകത്ത് കക്ഷി ചേരുന്നത് ശരിയല്ല. നമുക്കൊരു എമൗണ്ട് അവർ വരുന്നത് അതിൽ നമ്മൾ അഭിനയിച്ചു പോകുന്നു. അതിനാണ് ഞങ്ങൾ അഭിനയിച്ച് പോകുന്നത്. അങ്ങനെയാണ് അഭിനയിച്ച് പോകുന്നത്. പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളിലും ജഗദീഷേട്ടൻ മാറി മാറി പോകുന്നുണ്ട്. ഇതൊക്കെയാണ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അല്ല, അവർ ചോദിക്കും, അവര് ചോദിക്കും ഇത്രേ ഉള്ളൂ, നമ്മൾ ഇത്രേ ഉള്ളൂ. അല്ല, ഞാൻ കോമേഴ്സ് അധ്യാപകൻ എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു കണക്കുണ്ട്. ഈ കണക്കനുസരിച്ച് ഇതാണ്. അപ്പോൾ അതല്ലേ അവർ തരുമ്പോൾ അവർ തരുന്നതിനേക്കാളും കൂടുതൽ തന്നാലേ ഞാൻ സെറ്റിലേക്ക് വരുമെന്ന് എനിക്ക് പറയുന്നത്. നമ്മൾ അഭിനയ തൊഴിലായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ ഇത്ര കാശ് തന്നാലേ ഞാൻ സെറ്റിലേക്ക് വരുമെന്ന് പറയാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കത്തില്ല. ഞങ്ങളൊക്കെ നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ കാശ് കെട്ടി വയ്ക്കുക, അവിടെ വയ്ക്കുക, എന്നിട്ടേ ഞങ്ങൾ സ്റ്റേജിൽ കയറൂ എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ന്യായമായിട്ടുള്ള കാശുകളൊക്കെ തന്നിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾക്ക് അതിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാശിൽ തൃപ്തരല്ലാത്തവർ അവരുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ല. പ്രൊഡ്യൂസേഴ്സ് ചില നടീനടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന കാശ് അവർക്ക് പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നില്ല എന്ന് പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾ എതിർപ്പൊന്നും രേഖപ്പെടുത്തില്ല. ഞങ്ങൾ ചോദിക്കുന്ന കാശ് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അവർ തരുന്ന കാശ് ഞങ്ങൾ വാങ്ങിച്ചാൽ അതിൽ ഞങ്ങൾ സംതൃപ്തി അടഞ്ഞിട്ടുണ്ട്. അത് പ്രൊഡ്യൂസേഴ്സിനെ ആശ്രയിച്ചിരിക്കും. ഏറ്റവും അടുത്ത സുഹൃത്ത് ഞങ്ങൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്ക് കണക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് വ്യക്തിപരമായ ബന്ധവും കൂടെ ഉണ്ട്. പ്രൊഡ്യൂസർ ആക്ടർ എന്ന് പറയുന്ന ബന്ധം, വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തി കീപ്പ് ചെയ്ത് പോകണം. അത് കീപ്പ് ചെയ്ത് പോകണം എന്നുള്ളതല്ല. അത് കീപ്പ് ചെയ്ത് പോകണം എന്ന് പറയാൻ ഞങ്ങളല്ല, അത് കീപ്പ് ചെയ്ത് പോകുന്നവരാണ് നിങ്ങൾ. ഞങ്ങൾ അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പ്രൊഡ്യൂസേഴ്സായിട്ട്. ആ പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഞങ്ങൾ സംഘർഷത്തിൻ്റെ പാതയിലോട്ട് ഇറങ്ങാൻ ഞങ്ങൾക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു സമരം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി ഒരു സമരം ആരെങ്കിലും ചെയ്യാൻ നേരത്ത് അതിനെതിരെ നിൽക്കാനും ഞങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ സമരം ചെയ്യാനില്ല. അപ്പോൾ ആരെങ്കിലും സമരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എതിർത്ത് പറയാനും ഞങ്ങളില്ല. രണ്ടിനുമില്ല. ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള നമ്മൾ നേരായ വഴിക്കൊരു യാത്ര നേരെ ഞങ്ങൾ പോകുന്നു. ബന്ധങ്ങൾ മുറിക്കാതെ ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുള്ള യാത്ര. അത് നേരത്തെ പറഞ്ഞ ആ ബന്ധങ്ങൾ ഇൻഷുറൻസ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് കാശ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് കൊടുക്കാനും തയ്യാറാണ്. അതിനൊരു കുലുക്കൊരു സ്ട്രോങ് ഇല്ലല്ലോ. ക്യാരക്ടർ എനിക്ക് തരാന്ന് പറഞ്ഞാൽ കൂടുതൽ വേറൊരാൾ തരാണെങ്കിൽ ആ ക്യാരക്ടർ ഒഴിഞ്ഞു കൊടുക്കും. ക്യാരക്ടർ അങ്ങ് മറച്ചു വയ്ക്കുന്നത്. അല്ല, പൈസ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ നടന്മാർക്ക് ആ പൈസ കുറച്ച് അതിൽ നിന്നും കുറച്ച് കൊടുക്കാൻ ഇന്ദ്രൻസ് തയ്യാറാണ്. ഓക്കെ, അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടില്ല. അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടില്ല. കൂടുതൽ കിട്ടിയാൽ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇന്ദ്രൻസ് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടിയാൽ ഇന്ദ്രൻസ് എന്ത് ചെയ്യുന്നുള്ളതാണ് ഇൻഡസ്ട്രിയുടെ പ്രശ്നം. അപ്പോൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഇന്ദ്രൻസിന് കിട്ടുന്നില്ല. കിട്ടിയാൽ മറ്റു നടന്മാർക്ക് വീതിച്ചു കൊടുക്കാൻ ഇന്ദ്രൻസ് വില്ലിങ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ്. ഇന്ന് ഇന്ദ്രൻസിന് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഇന്ദ്രൻസിന് കിട്ടുകയാണെങ്കിൽ അത് ഇന്ദ്രൻസ് വീതിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോ ആ റൂട്ട് അതാണ്. പലരും മനസ്സിലാക്കാതെ ആ രീതിക്ക് ഞാൻ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം. ഇന്ദ്രൻസ് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടുകയാണെങ്കിൽ ഇന്ദ്രൻസ് ഇത് വീതിച്ചു കൊടുക്കാൻ തയ്യാറാണ് മറ്റു നടന്മാർക്ക്, നടീനടന്മാർക്ക്. അവിടെ ഒരു പക്ഷേ കൂടുതലായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇന്ദ്രൻസിന്റെ പ്രശ്നം ആരെടുത്ത് പറയും? അങ്ങനെ കിട്ടുന്നവരെങ്കിലും വീതിച്ചു കൊടുത്താൽ ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലാതെയാവുന്നു. അതെ, കൂടുതൽ കിട്ടുന്നവര്
കൂടുതൽ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവർ വീതിച്ചു കൊടുക്കണം. പക്ഷെ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്കും കിട്ടുന്നില്ല. കിട്ടുന്നില്ല എന്ന് തീർത്തും പറയാനും പറ്റില്ല. അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്കും കിട്ടുന്നില്ല, അർഹിക്കുന്നതിനേക്കാൾ കുറവ് ആർക്കും കിട്ടുന്നില്ല. കണക്കിനാ കിട്ടുന്നല്ലേ? കണക്കിനാണ്. അത് ഇൻകം ടാക്സിന്റെ റിട്ടേൺസ് നോക്കി അറിയാലോ. അല്ലാത്ത ഉദാഹരണം കേട്ടോ, ഒന്നും തൊടാതുള്ള ഉദാഹരണമാണെങ്കിൽ അറിയേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും പിടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ട്രൂപ്പ് ബാലയുടെ പതിയത് വിട്ടിട്ടില്ല. ഇല്ല. ഉടല് കഴിഞ്ഞിട്ട് ഉടല് പോലെ ഒരു സിനിമ ഉണ്ടെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉടല് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് എടുത്തു പറയാം, എന്നും ഇന്നും പറയും ഉടൽ. അതിൽ വല്ലാത്തൊരു ക്യാരക്ടറായത്. അതുപോലത്തെ ഒരു കഥാപാത്രങ്ങൾ ഇനിയും താങ്കളെ തേടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. ഇനി ഉടലല്ല വരാൻ പോകുന്നത്, ഇനി തലയാണ് വരാൻ പോകുന്നത്. പരിവാർ പോലെ. പരിവാറിലെ ഭീമന് ശേഷം ഇന്ദ്രൻസിനെ ചില കഥാപാത്രങ്ങൾ തേടിയെത്തും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.